പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്ന ചിത്രത്തിലെ നിലയ്ക്കാത്ത ചിരി മുഹൂർത്തങ്ങളുടെ രസച്ചരട് പൊട്ടാത്ത അവതരണം എവർഗ്രീൻ കോമഡി ഹിറ്റ്. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സ്വാമിക്ക് എഴുതി കൊടുത്ത 2000 രൂപയുടെ വിൽപ്പത്രം ഉണ്ടല്ലോ, അത് അങ്ങേരറിയാതെ എനിക്കങ്ങ് എടുത്തു തരണം. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം ചെല്ലപ്പയർ ലോഡ്ജിൽ കാണും. അല്ല, സംഗതി പുറത്തറിഞ്ഞ മോശമാണേ. എൻ്റെതേ ഇത് പോവും. അതുകൊണ്ട് ആളെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ലോഡ്ജിൽ ചെന്ന് ശ്യാം എന്ന് ചോദിച്ചാൽ മതിയല്ലോ. അയ്യോ, ശരിക്കുള്ള പേര് പറയില്ല. ഞാൻ അല്പം ഭ്രാന്ത് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോകുന്നു, ആളെ കാണുന്നു, സംസാരിച്ച കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഒരുമിച്ച് ലോഡ്ജിൽ ചെല്ലുന്നു. നിങ്ങൾ അയാളുടെ ചേച്ചിയാണ്, അയാൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാണെന്നും പറഞ്ഞ് വണ്ടി കയറ്റുന്നു. ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോകാൻ പറ്റൂല. നിങ്ങൾ വിൽപ്പത്രം എന്റെ കയ്യിൽ തരുന്നു, ഞാൻ വണ്ടി പോട്ട് എന്ന് പറയുന്നു, വണ്ടി പോകുന്നു. വരട്ടെ, പോട്ടെ. ശരി. അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? ആരാ? അയ്യരെ, വെറുതെ പോക്കരുതാൻ പറയരുത്. വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കാപ്പിയും ചായം കൊടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു അപഖ്യാതി ഇവിടെ ഉണ്ട്. അത് ശരി. എന്ന് വെച്ച് വരുന്നവർക്കെല്ലാം ഈ നാരായണന് വേണം. എല്ലാരും വല്ലതും തന്നിട്ടേ പോയിട്ടുള്ളൂ. തല്ലായിരിക്കും. ചിലപ്പോ അതും കിട്ടും, ചിലപ്പോ കാശും കിട്ടും. ആ. എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല. അല്ല, വേറെ വട്ടന്മാരാരെങ്കിലും ഇവിടെ താമസമുണ്ടോ? അത് അയ്യരെക്കാൾ നന്നായിട്ട് അറിയാം. ഈ പ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ പറ, ആളെ പിടികിട്ടി ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായര് പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. സംശയം വേണ്ട സാറേ, ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. ആ കള്ള നോട്ടവും വിഡ്ഢിയ മോന്തയും. ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ എന്നെ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. ഒന്ന് കാണണല്ലോ. മുറി ഏതാണ്? ഞാൻ കാണിച്ചുതരാം. അയ്യോ, അല്ലേ എന്റെ പൊന്ന് പോലീസേ, ഞാനിവിടെ കുടുങ്ങി പോയി. എന്റെ പൊന്ന് പോയാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറയാൻ പറ്റൂലേ. അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. വട്ട് നിന്റെ തന്തയ്ക്കാണ്. പോടാ അവിടുന്ന്, ഇവന്റെ തന്തയ്ക്ക് പോടാ. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. ഞാൻ പറയാം. എന്താ വെച്ചാല് ഇവര് ഞാൻ പറയാം എന്താ വെച്ചാല് എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ടേ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈരാളി പാർട്ടി. സാറേ, ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേന്നും പറഞ്ഞ അലമുറയിടുക. ഇവനെ വട്ട് തന്നെയാ. ഇതുങ്ങളെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഗൂഢാലോചനയാണ്. ഞാനൊന്ന് പുറത്തു പോയി ഞങ്ങൾ സംസാരിച്ചോട്ടെ. സൂക്ഷിക്കണം. സൂക്ഷിക്കും. വാതിലടയ്ക്കാൻ. വാതിലടയ്ക്കണം. വാതിൽ തുറക്കുന്നു. വാതിൽ തുറക്കേ. എന്തിന്? സ്വകാര്യം പറയണ്ട. വാ. എന്റെ പൊന്നേമാനെ, എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. ഞാനാണ് ശക്തി. മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ വന്നേ. പാർട്ടി കാലത്ത് കൃത്യം 10 മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും. മറ്റേ പാർട്ടിയോ? അയ്യോ, എന്റെ പൊന്നേമാനെ, അവള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാവുന്നേ. അവൾ എന്നോടും പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ല ഇത്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ പോവാ. അയ്യോ, ഈരാളിയെ പോലീസിന് പോലും പേടിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ വിളി.
എല്ലാവരും കേൾക്കട്ടെ, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് വട്ടില്ല. അങ്ങനെ 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 ഉറക്കെ. എനിക്ക് വട്ടില്ല. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് വട്ടില്ല. പിന്നെ ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൊണ്ടുപോവാം. എന്നെ ആർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുക. ഇങ്ങോട്ടേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല, ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. പുറത്തേക്ക് പോ, പുറത്തേക്ക് പോ. എവിടെ പോവാ? ശരീരമല്ല നടന്നു. അതെ സാറില്ല, ഇങ്ങോട്ട് പോര്. അയ്യോ. കുഴപ്പമൊന്നുമില്ല, സാറിന് പതിവല്ലേ. അയ്യോ. അതൊക്കെ ഭേദാകാവുന്നതിലൂടെ ചികിത്സ ചെയ്ത് മതി മതി മതി. അതൊക്കെ സാധാരണ പതിവല്ലേ. നടന്നോ നടന്നോ. സൂക്ഷിച്ചോളണം. നാളെ കാലത്ത് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും. അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങൾ എടുത്തോളണം. ഇവനെങ്ങാൻ പുറത്തു പോയാൽ ഇട്ടിച്ച് ഞാൻ നാളെ ആള് വരുന്നതുവരെ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. സ്വാമി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ. നീ ഇവിടെ ഇരിക്ക്. ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട്, ഞാൻ നോക്കിട്ട് വരാം. ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു? എന്റെ കൈ കിട്ടിയാൽ അവൻ പോക്ക. എന്താ? ആ ഇടിയൻ ഇവിടെ നിൽക്കുന്നു. ഭാഗ്യം എന്നെ കണ്ടില്ല. നിന്നെ അയാൾക്കറിയില്ല. നീ പോയി അന്വേഷിച്ചു വാ. പേര് കള്ളപ്പേരായിരിക്കും. ഓ, അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. വട്ടുമൂത്തെന്നാ തോന്നുന്നേ. വട്ടുമൂത്തെന്നാ തോന്നുന്നേ. അയ്യോ 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 അനെ കൊല്ലതേ. അയ്യോ അനെ. അപ്പൊ സ്വപ്നായിരുന്നു. അപ്പൊ അവരെന്നെ കൊന്നില്ലേ? അയ്യോ എന്നെ കൊല്ലതേ. എന്നെ ഓടിയതേ. എന്നെ കൊല്ലതേ. അയ്യോ. കൗസല്യേ, എവിടെ എവിടെ പോയി കിടക്കുന്നു ശാപം? ഇത് നമ്മുടെ ശ്യാംകുട്ടിയല്ലേ? കാണാനില്ലെന്നു. വീട് വിട്ടിറങ്ങി പോയിട്ട് കണ്ടു കിട്ടുന്നവർ വിവരമറിയിച്ചാൽ 10,000 രൂപ. എന്നാ ഈ 10,000 രൂപ ഞാൻ വാങ്ങിക്കും. ഭ്രാന്തനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ. ചെറിയ തോതിൽ കൂക്കി വിളിയൊക്കെ നടത്തി. ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്ന് കൊടുത്തു. പിന്നെ പ്രശ്നമൊന്നുമില്ല. അയ്യോ, ചത്തോ? ആ, അത്ര വേഗം ഒന്നും ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ. അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പണം. ഹെൽപ്പാ. പെട്ടെന്നാവണം. ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 10,000 രൂപ അകത്ത്. ഞാൻ പോവാ സ്വാമി. പോന്നു? അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കെല്ലാം മനസ്സിലായി. പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ 10,000 രൂപ എനിക്ക് കിട്ടും. 10,000 രൂപ കളയല്ലേ കുഞ്ഞെ. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക. വണ്ടി കയറ്റും. ഉപദ്രവിക്കോ? അല്ല, നമ്മൾ രണ്ടുപേരും കൂടി എവിടെ? അയ്യോ, കാണാനില്ലല്ലോ. പോകാം. കാറ് താഴെ വന്ന് നിൽക്കുന്നു. സ്വയം പോ. വാ. എന്നെയാണോ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? പുല്ലാണ് പുല്ലാണ്, നീലാണ് പുല്ലാണ്. വട്ടാണ് 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 പാട്ടാണ് വട്ടാണ്. നിങ്ങളവിടെ
ഇവരെ ഞാൻ പിടിച്ച് താഴേക്ക് നിർത്തി. വേണ്ടി വന്നോ, വിട്ടു. അയ്യോ എനിക്ക് ഭ്രാന്തില്ല എവിടെ അവിടെ അയ്യോ പോകണ്ട പോകണ്ട അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് അങ്ങോട്ട് പൈസ കിട്ടും എത്ര രൂപ കിട്ടും കിട്ടോ എന്നാ നമുക്ക് 2 കൂടെ പിടിക്കാം